പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശയ്യ 41:13. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ സ്നേഹം കൊണ്ട് നിങ്ങളെല്ലാവരും നിറയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഓഗസ്റ്റ് മാസം 15-ാം തീയതി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാൾ പ്രത്യേകം നമ്മളെ ആഘോഷിക്കുന്ന ദിവസം ദൈവത്തിൻ്റെ പ്രത്യേക കരുണയാൽ ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ്റെ നേതൃത്വത്തിൽ നടന്ന വിമല ഹൃദയ പ്രതിഷ്ഠയിൽ അതിൻ്റെ പൂർണ്ണതയിൽ സംബന്ധിക്കാൻ കർത്താവ് പ്രത്യേകം നമ്മളെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാണിന്ന്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമുഖത്തിൽ കർത്താവ് നൽകിയത് അനുഗ്രഹീതമായ ഒരു വചനമാണ്. കർത്താവ് പറയാണ്, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ഞാൻ നിന്നോട് കാര്യം പറയുക, ഭയപ്പെടേണ്ട, പേടിക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഞാനാണിത് പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തൊരു അല്ലേ ദൈവത്തിന്റെ വചനം, എത്ര ഒരു ഉറപ്പാണ്, എത്ര എന്തൊരു ദൃഢത നൽകുന്ന, നമുക്ക് എത്ര ഒരു ബലം നൽകുന്ന ഒരു വാഗ്ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ ഈ വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും പലവിധ ഞെരുക്കങ്ങളിലൂടെയും പലവിധ സാഹചര്യങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നവരാകും. പക്ഷേ ഈ വചനം പറയുമ്പോൾ വലിയൊരു കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് നിറയും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ വചനത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കർത്താവിനെ നന്നായിട്ടൊന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്തിയാണ് നമ്മുടെ വചന ശുശ്രൂഷയ്ക്ക് നമ്മളെ തന്നെ ഒരുക്കാൻ പോവാണ്. നമുക്ക് നന്നായിട്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവേ ആരാധന, ആരാധന, ആരാധന. ദൈവമേ, അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുന്ന് ഉടമ്പടി അനുസ്മരിക്കുന്ന ദൈവമാണ്. അവിടുന്ന് മനുഷ്യന്റെ പ്രാർത്ഥനയുടെ നേരെ കാതുകൾ തിരിക്കുന്ന ദൈവമാണ്. ദൈവമേ, അവിടുന്ന് ഒരിക്കലും ഞങ്ങളെ തള്ളിക്കളയുകയില്ല. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന കർത്താവേ, ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും അതിനേക്കാൾ വലിയവനാണ് ഞങ്ങളുടെ ദൈവം. അതിനേക്കാൾ ഇടപെടാൻ മതിയുള്ളവനാണ് ഞങ്ങളുടെ ദൈവം. കർത്താവിന്റെ പക്ഷത്തേക്ക് ആരെനിക്ക് എതിരൊരുക്കും, കർത്താവിന്റെ കാലം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കൈകൾ അടിച്ച് ചേർന്ന് പാടി ആരാധിക്കാം. കർത്താവിന്റെ പക്ഷത്തേക്ക് ആരെനിക്ക് എതിരൊരുക്കും, കർത്താവിന്റെ കാലം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കൈകൾ ഉയർത്തിയ സന്തോഷത്തോടെ സൈന്യത്തിനെ പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളും എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. സൈന്യത്തിനെ പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളും എന്നെ
പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ഭയം, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ആകുലത, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ഉത്കണ്ഠ, ഞങ്ങളുടെ ഇതിലുള്ള നിരാശ, എങ്ങനെയാകും നല്ല ചിന്തകൾ, ഇതെല്ലാം മാറിപ്പോകട്ടെ. പൂർവ്വപിതാക്കന്മാരെ നയിച്ച ദൈവമേ, വിശുദ്ധരെ നയിച്ച ദൈവമേ, രക്തസാക്ഷികളെ നയിച്ച ദൈവമേ, ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന തലമുറകളെ നയിച്ച ദൈവമേ, വിശ്വാസത്തിൽ ഞങ്ങൾ ആരാധിക്കുന്നു. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. ആപത്തോ വാടോ എന്തു വന്നാലും യേശുവിനെ എന്ന് ഘോഷിക്കും. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. ആപത്തോ വാടോ എന്തു വന്നാലും യേശുവിനെ എന്ന് ഘോഷിക്കും. ലോകമെന്നെ ക്രൂശിച്ചാലും ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ലോകമെന്നെ ക്രൂശിച്ചാലും ലോകത്തെ ജയിച്ചവൻ കൂടെ. കൈകൾ ഉയർത്തി സൈന്യവീരൻ പോലെ എന്നെ വളഞ്ഞാൽ ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളും ഓ പ്രിയ പരിശുദ്ധാത്മാവേ, യേശു നാമത്തിൽ വിടുതൽ. യുവതി യുവാക്കളും ബാലിക ബാലന്മാരും മുതിർന്നവരും എല്ലാവരും കർത്താവിനെ ആരാധിക്കുകയാണ്. തിരുസഭയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുകയാണ്. വിശുദ്ധര ഗണങ്ങളോട് ചേർന്ന് ആരാധിക്കുകയാണ്. ആരാധന ആരാധന ആരാധന. സഭയിൽ ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന മുഴുവൻ വിശുദ്ധ ബലികളോട് ചേർന്ന് ആരാധിക്കുകയാണ്. ആരാധന ശുശ്രൂഷകളോട് ചേർന്ന് ആരാധിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കുകയാണ്. നമ്മുടെ പേരിന്റെ കാണുമ്പോൾ തന്നെ വിശുദ്ധരോട് ചേർന്ന് ആരാധിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, അവിടുത്തെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ തക്കവിധം, അവിടുത്തെ വചനങ്ങൾ സ്വീകരിക്കാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് തുറക്കപ്പെടട്ടെ. കർത്താവ് ഹൃദയത്തിന്റെ ഭയം നീങ്ങി പോകട്ടെ, പേടി നീങ്ങി പോകട്ടെ, ആകുലത നീങ്ങി പോകട്ടെ, നിരാശ മാറി പോകട്ടെ, ഉത്കണ്ഠ വിട്ടുപോകട്ടെ, ആദ്യം മാറട്ടെ. ആരാധന 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 ആരാധന. ശാന്തത നിറയട്ടെ, വിശ്വാസം നിറയട്ടെ, സ്നേഹം നിറയട്ടെ, പ്രത്യാശ നിറയട്ടെ, ആത്മവിശ്വാസം നിറയട്ടെ, ആത്മധൈര്യം നിറയട്ടെ. ആരാധന 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 യേശുവേ, ആരാധന ആരാധന യേശുവേ, ആരാധന ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവിന്റെ സന്നിധിയിൽ സ്വസ്ഥാനങ്ങളിൽ വലിയ സന്തോഷത്തോടെ നമുക്കിരിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മധ്യസ്ഥ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സദാസമയവും അല്ലെങ്കിൽ സാധിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പല പരിശ്രമങ്ങളും നടത്താറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചെങ്കിലേ നിങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, അല്ലേ? വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ലഭിക്കുമെന്നാണ് വചനം. പ്രാർത്ഥിക്കുന്ന സ്വീകരിക്കപ്പെടാൻ മറ്റൊരു കാര്യമാണ് ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സാധിച്ചു തരും. അതൊരു മറ്റൊരു സംഗതിയാണ്. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക, അത് വേറൊരു മാർഗമാണ്. ധാരാളം എളിമപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അതെല്ലാം ശരിയും തന്നെയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി തന്നെയോ, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയോ, തിരുസഭയ്ക്ക് വേണ്ടിയോ,
നമ്മളോട് പ്രത്യേക പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവർക്കൊക്കെ വേണ്ടിയോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ ദൈവസന്നിധിയിൽ അതിന് പെട്ടെന്നൊരു എന്താ പറയുന്നത് ഒരു റെക്കമെൻഡേഷൻ പോലെ അങ്ങനെ ദൈവസന്നിധി കൂടുതൽ സ്വീകാര്യമായി തീരാൻ ചില രഹസ്യ കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധാത്മാവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആത്മാവിന്റെ സഹായത്തോടെ നമുക്കത് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ നാളുകളിൽ വൈകുന്നേരം ചെറിയൊരു ടോക്കുണ്ട്, ഒരു 5 മിനിറ്റിൻ്റെ ടോക്കുണ്ട്. ആ ടോക്കിൽ ഒരാൾ ഒരു സാക്ഷ്യം വായിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ആ സാക്ഷ്യത്തെ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്. അതായത് വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആ ചെറിയ ടോക്കിൽ ഒരു വചനം പറഞ്ഞു. ആ വചനം ഇതായിരുന്നു, അതായത് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കാര്യത്തിനും തീരുമാനമെടുക്കാൻ പറ്റാത്ത വ്യക്തികൾക്ക് വേണ്ടി ഒരു വചനം, അതിന് വേണ്ടി ഒരു പ്രാർത്ഥന. അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്തു? ഈ വ്യക്തി ആ വചനം ഒരു 6-7 ദിവസത്തേക്ക് നിരന്തരമായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ വ്യക്തി പറയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ വ്യക്തി തന്നെ മറ്റൊരു സാക്ഷി എഴുതിയിരിക്കുകയാണ്, ഒരാൾ എന്ത് ചെയ്താൽ വിശുദ്ധ കുർബാനയ്ക്കോ ശുശ്രൂഷകൾക്കൊന്നും പോയില്ല, പ്രാർത്ഥനയ്ക്ക് പോയില്ല. വിശുദ്ധ കുർബാന ലോക്ക്ഡൗണൊക്കെ മാറി വിശുദ്ധ കുർബാനയ്ക്ക് പോകേണ്ട സാഹചര്യമായി, എന്നാലും വിശുദ്ധ കുർബാനയ്ക്ക് പോവില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഒരു ദിവസത്തെ വചനത്തായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് പോകാനുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ളൊരു വചനവും പ്രാർത്ഥനയും. അപ്പോൾ എന്ത് ചെയ്തു? ആ വ്യക്തി 7 ദിവസം ഈ വചനം പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ആരെ ഉദ്ദേശിച്ചാണോ ഈ വചനം പറഞ്ഞ് മധ്യസ്ഥം വെച്ച് കൃത്യം 7ാമത്തെ ദിവസം ആ വ്യക്തി വിശുദ്ധ കുർബാനയ്ക്ക് പോയി. വേറെ അനുഭവ സാക്ഷ്യങ്ങളെ കൂട്ടി എഴുതിയിരിക്കുകയാണ്, നല്ലൊരു കുമ്പസാരം നടത്താൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഒരു ദിവസത്തെ എപ്പിസോഡ് അതായിരുന്നു. ആ വചനം അത് പ്രാർത്ഥിച്ചു, നല്ല കുമ്പസാരം നടത്താൻ കർത്താവ് കൃപ കൊടുത്തു. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങൾ, അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ വചനം ആവർത്തിച്ചിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആവർത്തിച്ച് കർത്താവ് അരുളി ചെയ്ത ചില കാര്യങ്ങൾ എടുത്തെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥനയിൽ പെട്ടെന്നൊരു സ്വീകാര്യത, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്നൊരു ദൈവിക ഇടപെടൽ വരുന്നത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ആലോചിച്ചപ്പോൾ പെട്ടെന്നൊരു വചനം കർത്താവിൻ്റെ ആത്മാവ് തന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 18ാമത്തെ അധ്യായത്തിൻ്റെ 22ാമത്തെ വാക്യമാണ്. ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 18 വേഴ്സ് 22. നമുക്ക് വചന സ്ക്രീനിൽ നോക്കി നിങ്ങൾ എല്ലാവരും ചേർന്ന് നന്നായിട്ട് അങ്ങോട്ട് വായിക്കാം. അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധ ശക്തിയാലോ അല്ല, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും അനുസ്മരിപ്പിച്ച് തൻ്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത മരുഭൂമിയിൽ ചില പ്രത്യേക പാപപ്രവർത്തികളിൽ അറിഞ്ഞും അറിയാതെയും ചെന്നപ്പെട്ട് അവർക്ക് മേൽ ചില പ്രത്യേക മഹാമാരികൾ വന്നു പതിച്ചു, ചില പ്രത്യേക തരത്തിലുള്ള അവസ്ഥകൾ വന്ന് സംഭവിച്ചു. അപ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ പ്രത്യേക ആത്മാവുള്ള മോശ, അഹറോൻ, അങ്ങനെ ഒരു ജന നേതൃത്വമുണ്ട്. അവർ പെട്ടെന്ന് ഇടപെടുകയാണ്. അവർ ദൈവസന്നിധിയിൽ പ്രത്യേക രീതിയിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച വചനമാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. എങ്ങനെയാണ് അവർ പ്രാർത്ഥിച്ചത്? അവർ പ്രാർത്ഥിച്ചത് ഈ രീതിയിലാണ് പറഞ്ഞത്. അവർ ഈ ഒരു അവസ്ഥ ശമിപ്പിച്ചത് അവരുടെ ആയുധത്തിൻ്റെ ബലം കൊണ്ടോ അവരുടെ കായ ബലം കൊണ്ടോ അവരുടെ കൈകളുടെ ശക്തി കൊണ്ടോ അവരുടെ പ്രത്യേക കഴിവ് കൊണ്ടോ ഒന്നുമല്ല. പിന്നെയോ ദൈവത്തിൻ്റെ വാഗ്ദാനവും ഉടമ്പടിയും അനുസ്മരിപ്പിച്ചു. എന്നിട്ട് ചില വചനങ്ങളാൽ കർത്താവിൻ്റെ ആ ഒരു കർത്താവിൻ്റെ വലിയൊരു സ്നേഹം അവരുടെ തക്കൽ വരാൻ തക്ക വിധം പല തിന്മയുടെ പ്രവർത്തന സമൂഹത്തെ മാറ്റിക്കളയും. അതാണ് ആ വചനം. ഇനി ആ വചനം ഒന്നുകൂടെ വായിച്ചാൽ ഞങ്ങൾക്കത് കുറച്ചുകൂടെ വ്യക്തമാവും. അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധ ശക്തിയാലോ അല്ല, പിന്നെയോ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് കർത്താവ് ആയിരക്കണക്കിന് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ പറയാണ് ഉടമ്പടിയുണ്ട്. നിങ്ങൾ എൻ്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും, നിന്നെ കൽപ്പനകൾ പാലിക്കും. അങ്ങനെ ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുസ്മരിപ്പിച്ച് ആവർത്തിച്ച് പറഞ്ഞ് എന്നിട്ടോ തൻ്റെ വചനത്താൽ കർത്താവ് നൽകിയ ചില വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ശിക്ഷകനെ ശാന്തനാക്കിയെന്ന വചനം വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരൻ, അതിൻ്റെ പശ്ചാത്തലത്തിന് വചനം കൂടെ നമുക്കൊന്ന് വായിക്കാം. അത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 18ാമത്തെ അധ്യായത്തിൻ്റെ 20ാമത്തെ വാക്യത്തിലാണ്. ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 18 വേഴ്സ് 20. അതുകൊണ്ട് നമുക്കൊന്ന് വായിക്കാം.
നീതിമാന്മാരും മൃത്യുസ്പർശം അനുഭവിച്ചു. മരുഭൂമിയിൽ വെച്ച് ജനത്തിൻ്റെ മേൽ മഹാമാരി പടർന്നു പിടിച്ചു. എന്നാൽ ക്രോധം നീണ്ടു നിന്നില്ല. പെട്ടെന്ന് നിഷ്കളങ്കനായ ഒരു ധീരനായകൻ അവരെ രക്ഷയ്ക്കെത്തി. തൻ്റെ ശുശ്രൂഷയുടെ പരിചയായ പ്രാർത്ഥനയും പാപപരിഹാരത്തിന് ധൂപാർച്ചനയും കയ്യിലെടുത്ത് അങ്ങയുടെ കോപം ശമിപ്പിക്കുകയും വിനാശത്തിന് അറുതി വരുത്തുകയും ചെയ്ത് താൻ അങ്ങയുടെ ദാസനാണെന്ന് തെളിയിച്ചു. ദൈവജനത്തിന് വേണ്ടി മരുഭൂമിയിൽ വെച്ച് മധ്യസ്ഥം വഹിച്ച അഹറോൻ, മധ്യസ്ഥം വഹിച്ച മോശ, അവരെല്ലാം ചെയ്ത പ്രവർത്തികളെക്കുറിച്ചാണ് ഈ വചനം നൽകുന്ന വെളിച്ചം. അവർ ചെയ്തത് എങ്ങനെയാ? 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ ദൈവസന്നിധിയിൽ അനുസ്മരിപ്പിച്ചു പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തേത്, ദൈവം നമ്മളോട് ചെയ്തിട്ടുള്ള ഉടമ്പടികൾ ദൈവസന്നിധിയിൽ ഓർമ്മിപ്പിച്ച് പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ബൈബിളിൽ ദൈവം അരുളി ചെയ്തിട്ടുള്ള അനേകം ആയിരക്കണക്കിന് വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ അനുസ്മരിപ്പിച്ച് ഏറ്റു പ്രാർത്ഥിച്ചു. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകള്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകള്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകാൻ ബാക്കി എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. ക്ഷമിച്ച് പ്രാർത്ഥിക്കണം, എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം, ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം, അനുദപിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി എല്ലാ കാര്യവും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്താൽ വലിയ റിസൾട്ട് ഉണ്ടാവും, വലിയ ഇടപെടലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ സാക്ഷ്യത്തിൽ എന്താ ഓരോ പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ കെട്ടഴിക്കുന്ന ചില വാഗ്ദാനങ്ങൾ, ചില ഉടമ്പടികൾ, ചില വചനങ്ങൾ, അത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. പറക പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞാൽ, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ വീട്ടിൽ നമുക്കിപ്പോൾ എന്താ വേണ്ടത്? നമുക്കിപ്പോൾ കുട്ടികൾക്ക് ഒരു സൈക്കിൾ മേടിച്ച് കൊടുക്കാം. ഇപ്പോൾ സൈക്കിളൊന്നും വലിയ മീച്ചുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതി നോക്കട്ടെ, അടുത്ത വർഷമാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ കഴിയുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന കാര്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് മേടിച്ച് തരാം എന്നൊരു പറയുന്ന ഒരു വാഗ്ദാനം പപ്പയോ മമ്മയോ അല്ലെ അപ്പച്ചനോ അമ്മച്ചോ അങ്കിൾ ആരെങ്കിലും നൽകിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം ഓർപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഇപ്പം പറ്റില്ല കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൊച്ചു അങ്ങനെയല്ല, ഇത് മമ്മി എന്നോട് മേടിച്ച് തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ, മമ്മി പറഞ്ഞിരുന്നില്ലേ, പിന്നെ മമ്മി എന്താ മാക്ക് മാറ്റുന്നേ, പപ്പ പറഞ്ഞിരുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ ചിത്താന്തം പിടിക്കും അല്ലേ. എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കാനുള്ള വിളി ലഭിച്ചിരിക്കുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസൻ ദാസി എന്ന നിലയിൽ, ദൈവമേ, ബൈബിൾ ഇങ്ങനെ ഒരു വാഗ്ദാനം കിടക്കുന്നുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കർത്താവേ, ഞങ്ങൾ അങ്ങോട്ട് ഉടമ്പടി ജനമാണ്, മാമോദീസ വഴി അങ്ങയോട് ഉടമ്പടി ചെയ്യപ്പെട്ട ജനമല്ലേ ഞങ്ങൾ എന്ന് പറഞ്ഞ് ദൈവം അരുളി ചെയ്തിരിക്കുന്ന വചനങ്ങൾ ഏറ്റു പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത്ഭുതകരമായ ദൈവത്തിന്റെ ഇടപെടലുകൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദാനങ്ങൾ അനുസ്മരിപ്പിക്കുക, ഉടമ്പടി അനുസ്മരിപ്പിക്കുക, വചനങ്ങൾ അനുസ്മരിപ്പിക്കുക. അപ്പോൾ പഴയ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ കാണുന്ന ഒരു കാര്യം, ദാവീദിന്റെ പ്രാർത്ഥന നോക്കുക, മോശയുടെ പ്രാർത്ഥന നോക്കുക, പ്രവാചകന്മാരുടെ പ്രാർത്ഥന നോക്കുക. അവരെല്ലാം ചെയ്യുന്നത് ഈ വാഗ്ദാനങ്ങളും ഉടമ്പടികളും എല്ലാം അനുസ്മരിപ്പിച്ച് പ്രാർത്ഥിക്കുക. പുതിയ നിയമത്തിൽ അപ്പസ്തോലന്മാർ പ്രവർത്തനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ അപ്പസ്തോലന്മാര് കർത്താവിന്റെ വാഗ്ദാനങ്ങൾ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം ബൈബിളിൽ നിന്ന് തന്നെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് നമ്മൾ വായിക്കുന്നത് ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിലാണ്. 1 ദിനവൃത്താന്തം 17-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 17 വേഴ്സ് 25 to 27. എൻ്റെ ദൈവമേ, അവിടുന്ന് ഈ ദാസന് വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഈ ദാസൻ ധൈര്യപ്പെടുന്നു. കർത്താവേ, അങ്ങാണ് ദൈവം. ഈ ദാസന് ഈ വലിയ നന്മകൾ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആകയാൽ അവിടുത്തെ ദാസന്റെ ഭവനത്തെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സാകണമേ. അങ്ങനെ അത് എന്നും അവിടുത്തെ മുൻപിലായിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവെ, അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ദാവീദ്
കർത്താവിന് ആലയം പണിയണം, രാജകൊട്ടാരം പണിയണം, പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ദാവീദ് ഈ വാഗ്ദാനങ്ങൾ കർത്താവ് നൽകിയിട്ടുള്ളത് കൊണ്ട് ആ വാഗ്ദാനം അനുസ്മരിപ്പിച്ച് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞാനിപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം അങ്ങ് ഈ ദാസന് വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് അങ്ങ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. പ്രവാചകന്മാരിലുള്ള വെളിപ്പെടുത്തി, പൂർവ്വപിതാക്കന്മാരിലുള്ള വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ധൈര്യപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നോക്ക്, ഉടമ്പടി അനുസ്മരിപ്പിക്കുക, വാഗ്ദാനം അനുസ്മരിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വഴി എത്രയോ വാഗ്ദാനങ്ങളാണ് പുതിയ നിയമത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി അരുളി ചെയ്തിട്ടുള്ളത്. ആയിരക്കണക്കിന് വാഗ്ദാനങ്ങൾ, ആയിരക്കണക്കിന് വചനങ്ങൾ. ഉദാഹരണം പറയാം. അതായത് ആമുഖത്തിൽ പറഞ്ഞ വചനം തന്നെ ഓർക്കുക, അല്ലേ? നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്നോട് അരുളി ചെയ്യുന്നു. എന്നിട്ട് ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ സഹായിക്കും. അപ്പം നമ്മളൊരു ഞെരുക്കത്തിൽ പെട്ട് കിടക്കുമ്പോൾ, നമ്മളൊരു പ്രശ്നത്തിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം ശരീരവും മനസ്സും തളർന്നാകെ വിഷമിച്ചിരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചേ, കർത്താവേ, അങ്ങ് ഇങ്ങനെ പ്രവാചകനിലൂടെ യേശുവിൽ അരുളി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് സകല ജനങ്ങൾക്കും എനിക്കും വേണ്ടി തന്ന വചനമാണല്ലോ. അങ്ങ് ഇങ്ങനെ അരുളി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനത് വിശ്വസിച്ച് ആ വാഗ്ദാന പ്രകാരം ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞ് വചനം പറഞ്ഞൊരു കുറച്ച് ദിവസം പ്രാർത്ഥിച്ചേ, അത്ഭുതകരമായ ദൈവത്തിന്റെ ഇടപെടല. നിങ്ങൾക്കത് കുറച്ചുകൂടെ വ്യക്തമാകാൻ പഴയ നിയമത്തിൽ മോശ പ്രാർത്ഥിച്ച വളരെ മനോഹരമായ ഒരു പ്രാർത്ഥന നിങ്ങളെ സത്യപ്പെടുത്താൻ കർത്താവിനാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകത്തിലാണ്. ബുക്ക് ഓഫ് എക്സോഡസ്, പുറപ്പാടിന്റെ പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിന്റെ 9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 32 വേഴ്സ് 9 to 14. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇവർ ദുശാഠ്യക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു. അതിനാൽ എന്നെ തടയരുത്. എൻ്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ. എന്നാൽ നിന്നിൽ നിന്നൊരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും. മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നതെന്ത്? മലമുകളിൽ വെച്ച് കൊന്നു കളയുന്നതിനും ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്നതിനുമുള്ള ദുരുദ്ദേശത്തോടെയാണ് അവൻ അവരെ കൊണ്ടുപോയത് എന്ന് ഈജിപ്തുകാർ പറയാൻ ഇടവരുത്തുന്നത് എന്തിന്? അവിടുത്തെ ഉഗ്രകോപം കൈവടിയണമേ. അങ്ങയുടെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമേ. അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസ്ഹാക്കിനെയും ഇസ്രായേലിനെ ഓർക്കണമേ. നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ വർദ്ധിപ്പിക്കും. ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും. അവരെ അത് എന്നേക്കും കൈവശമാക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് ശാന്തനായി തൻ്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് കൂടുതൽ ഭാഗം ഉള്ളത് കൊണ്ട് നമ്മളത് ഒന്നുകൂടെ മനസ്സിലാക്കണം. അതായത് ഈ ഇസ്രായേൽക്കാരുടെ പലതരത്തിലുള്ള ദുശാഠ്യം, അവരുടെ പലതരത്തിലുള്ള പാപപ്രവണതകൾ, മല്ലടിക്കുന്ന അനുസരണക്കേട്, ഒരുപാട് സംഗതികൾ. കാര്യം ദൈവം പാലും തേനും ഒഴുകുന്ന കാനാദേശത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്തും ഇവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്ത് ചെയ്തു? ദൈവം അവരെ ചെറിയൊരു കുറച്ച് കാലത്തേക്ക് ഒരു പരീക്ഷണത്തിന് അല്ലെങ്കിൽ ഒരു അവസ്ഥയ്ക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനം എടുക്കുക. അപ്പം മോശയുടെ 3 കാര്യം പറയും. ഇവർ ദുശാഠ്യക്കാരാണ്, ഇവരെ കൊണ്ട് ഞാൻ മടുത്ത്. എന്നിട്ട് മോശ, നീ എന്നെ തടയരുത്, ഞാൻ വേറെ വല്ല ജനതയൊക്കെ രൂപപ്പെടുത്തിക്കൊള്ളാം എന്നൊക്കെ ദൈവം ഇങ്ങനെ മോശയോട് വെളിപ്പെടുത്തുക. എൻ്റെ സഹോദരങ്ങൾ, അപ്പം മോശ ചെയ്യുന്നൊരു കാര്യം വളരെ മനോഹരമാണ്. ദൈവം 3 കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ മോശ 4 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, അങ്ങ് അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർക്കണം, ആ വാഗ്ദാനം ഓർക്കണം. കാനാൻ ദേശം അവകാശമായി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ മറന്നു പോയോ എന്ന് പറഞ്ഞ് അനുസ്മരിപ്പിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ആ മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞ ക്ഷണത്തിൽ തീരുമാനം വന്നു. എന്താ? കർത്താവ് ശാന്തനായി തൻ്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ബൈബിളിൽ ഇതേപോലെ കർത്താവിന് സ്ഥലം പ്രാർത്ഥിക്കാൻ പറ്റിയ 100 കണക്കിന് വചനങ്ങളുണ്ട്. ആ വചനങ്ങളെല്ലാം നമ്മൾ സ്വീകരിച്ച് എഴുതി പഠിച്ചും എല്ലാം വെക്കണം. അപ്പോൾ ഓരോ സാഹചര്യങ്ങളും ഓരോ അവസരം വരുമ്പോൾ വാഗ്ദാനം ഉൾക്കൊള്ളുന്ന വചനം, ഉടമ്പടി ഉൾക്കൊള്ളുന്ന വചനം, ചില കാര്യങ്ങൾ നിറവേറ്റുന്ന വചനം, ആ വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞാൽ അത്ഭുതകരമായ ദൈവത്തിന് ഇടപെടലുണ്ടാവും. ഇതിൻ്റെ എല്ലാം ഒരു കൺക്ലൂഷൻ പോലെ ഒരു വചനവും കൂടെ നിങ്ങൾക്ക് തരാൻ കർത്താവിൻ്റെ ആത്മ പ്രചോദിപ്പിക്കുന്നുണ്ട്. അത് ഏശയ്യാ പ്രവചനത്തിൽ 55-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ്. അവിടെ വചനം ഇങ്ങനെയാണ് കാണുന്നത്: എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഓരോ വചനത്തിനും ഓരോ ഉദ്ദേശമുണ്ട്. ഓരോ വചനത്തിനും അതിൻ്റെതായ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ആ വചനം നിറവേറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റിയ 100 കണക്കിന് വചനങ്ങളുണ്ട്. ആ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു ശീലം ആരംഭിക്കട്ടെ. അത് മരണം വരെ തുറന്നൊരു ശീലമാകട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിരന്തരം കാണാൻ കർത്താവ് തന്നെ ഇടവരുത്തും. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ വിശുദ്ധ കുർബാന ആരാധനയുടെ സമയത്ത് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ വചനം പഠിക്കേണ്ട തടസ്സങ്ങളെല്ലാം മാറി കിട്ടാൻ വേണ്ടി കർത്താവിനോട് പ്രത്യേക ഒരു പ്രാർത്ഥന നടത്തുകയും ചെയ്യാം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 42-ാമത്തെ അധ്യായത്തിൽ 15-ാം തിരുവചനം, കർത്താവിൻ്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതിസന്ധികൾ എന്തു തന്നെയാണെങ്കിലും കർത്താവിൻ്റെ വചനത്തിന് അതിനെ പരിഹരിക്കാൻ കഴിവുണ്ട്. കാരണം വചനം ദൈവം തന്നെയാണ്. ഈ സമയത്ത് നമുക്കറിയാവുന്ന വചനങ്ങളെല്ലാം മനസ്സിൽ ഓർക്കുകയാണ്. വലിയൊരു കൃപയുടെ അഭിഷേകം നമ്മുടെ മേൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് മാത്രമല്ല, ഇനി ബൈബിൾ വായിക്കുമ്പോൾ വചനങ്ങളെല്ലാം കണ്ടുപിടിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രത്യേക അഭിഷേകം ചെയ്യും. നമുക്ക് നന്നായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവേ, വചനത്തിന്റെ വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് കൊണ്ട് തുറക്കണമേ കർത്താവ്. കർത്താവെ, ഞങ്ങളുടെ പ്രതിസന്ധി ഇപ്പോൾ എന്ത് തന്നെയാണാലും അതിനിടപെടാൻ പറ്റിയ വചനങ്ങൾ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് ഇപ്പോൾ നൽകണമേ കർത്താവെ. ദൈവമേ, തുറന്ന വചനം വായിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ കുരുക്കുകൾ അഴിക്കുന്ന വചനങ്ങളുടെ വെളിച്ചം ഞങ്ങൾക്ക് തരണമേ. അത് ഓർത്തിരിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. വചനം എല്ലാ തിന്മയുടെ ബന്ധനം അഴിക്കുന്ന വചനം, തടസ്സങ്ങളെ കെട്ടുകൾ മാറ്റുന്ന വചനം, അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കപ്പെടുന്നു. ഓ പരിശുദ്ധാത്മാവേ, വചനത്തിന്റെ ആത്മാവേ, ഞങ്ങളിലേക്ക് ആവസിക്കണമേ. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണേ. അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണേ. അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ, ശക്തനാക്കണേ. Creep.